അതേ കെയർ വിസ റിലേറ്റഡ് ആണ് ഇന്നത്തെ വീഡിയോ. ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. കെയർ വിസ വരുന്നവർക്ക് ഫാമിലിയെ കൊണ്ടുവരാവോ, അതിനെക്കുറിച്ചൊരു ക്ലിയർ പിക്ചർ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ അവർക്കെല്ലാം റിപ്ലൈ കൊടുക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. എന്നാൽ റീസെൻ്റ്ലി ഒരാൾ ഭയങ്കര കാര്യമായിട്ട് കുറച്ച് നീളത്തിൽ ഇത് റിലേറ്റഡ് ആയിട്ടൊരു ഡൗട്ട് ചോദിച്ചു. അതിൽ മെയിനായിട്ട് അയാൾ ചോദിച്ചിരിക്കുന്ന ഡൗട്ട്, കെയർ വിസയിൽ വരുന്ന ഒരാൾക്ക് അറൗണ്ട് 30,000 ആനുവൽ സാലറി വരുവാണെങ്കിൽ അവർക്കൊക്കെ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെയാണ് റൂള് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അത് പോസിബിൾ ആകുന്നില്ല. ഇവർ ഒത്തിരി കാര്യങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട് അതിൻ്റെ അകത്ത്. മെയിനായിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് നോക്കുന്നത്, പിന്നെ അക്കമഡേഷൻ, പിന്നെ ഈ കൊണ്ടുവരുന്ന ആളെ നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്, അതായത് ഫിനാൻഷ്യലി കേപ്പബിൾ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നോക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും ഈ പറയുന്ന ഡിപ്പെൻഡൻറ്റിനെ അലൗ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പൗസ് വിസയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു സ്പൗസ് വിസ ഇപ്പോൾ ഡിലേ ആണ്. എന്നാൽ ഞാൻ പല കെയറേഴ്സിനോടും ഇതേപോലെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് വെച്ചിരിക്കുന്ന പലരോടും ചോദിച്ചു. അപ്പോൾ പലർക്കും പല ടൈമിംഗ് ആണ്. ചിലരുടെ ഫാമിലി ഇവിടെ 3-4 മാസം കൊണ്ട് വന്നവരുണ്ട്. അതായത് 1 year ഒക്കെ കഴിഞ്ഞ് അപ്ലൈ ചെയ്തവരുടെ ഫാമിലി 3-4 മാസം കൊണ്ട് വന്നവരുണ്ട്. 10 മാസമായിട്ട് ഇതുവരെയായിട്ട് ഒരു റെസ്പോൺസും കിട്ടാത്തവരും ഉണ്ട്. എന്നാൽ അവർ ക്വയറി പോലും ചോദിച്ചിട്ടില്ല. അപ്പം അങ്ങനത്തെയും ആൾക്കാർ പെൻഡിങ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി വരുന്നില്ലെന്നല്ല, വരുന്നുണ്ട്. പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ ലക്ക് പോലെ തന്നെ ഇരിക്കും. നമ്മളിപ്പോൾ അതിൽ എത്ര രൂപ കാണിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഓരോരുത്തരുടെ ലക്ക് പോലെ തന്നെ ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം ജെന്യുവൻ ആയിട്ട് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഉടായ്പകൾ അതിൻ്റെ അകത്ത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്വയറി ആയി, പിന്നെ ചിലപ്പോൾ ഫാമിലി റീയൂണിഫിക്കേഷൻ പോസിബിൾ ആയി എന്ന് വരത്തില്ല. സോ മാക്സിമം ജെന്യുവനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മെൻ്റലി പ്രിപ്പയർ ആകുക. ചിലപ്പോൾ അത് 1 year എടുക്കാം, ചിലപ്പോൾ 5 months കൊണ്ട് വരാം. അപ്പം അതിനും കൂടെ നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ആയിരിക്കുക. അതേപോലെ തന്നെ അവർ നിങ്ങളുടെ ആനുവൽ സാലറി അത് മാത്രമല്ല നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സപ്പോസ് നിങ്ങൾ കുറേ ലീവ് എടുത്തു, നിങ്ങൾക്ക് ആ വർഷം ആ 1 year നോക്കുമ്പോഴത്തേക്ക് അത്രയും എമൗണ്ട് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നാണ് അത് കാണിക്കുന്നത്. സോ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരും ഇവിടെ ഓവർ ടൈമും ഒക്കെ ചെയ്ത് ഈ ഫാമിലിയെ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നവർ പലരും ഓവർ ടൈമൊക്കെ ചെയ്തിട്ട് ആ ലാസ്റ്റത്തെ എമൗണ്ട് കൂടുതൽ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അയക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പേ സ്ലിപ്പുകളൊക്കെ അയക്കുമ്പോഴത്തേക്ക് ഈ ഓവർ ടൈമിൻ്റെ പേയ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതൊക്കെ അവരുടെ പരിഗണനയിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓവർ ടൈം ഒക്കെ കിട്ടുന്ന വഴി അവർക്ക് മനസ്സിലാവും ഏകദേശം നിങ്ങൾ കേപ്പബിൾ ആണ് ഫാമിലിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി നോക്കാനായിട്ട്. സോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതും കൂടെയൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ വന്നിട്ടുള്ളവർ ആ കൊണ്ടുവരാനിരിക്കുന്ന 1 year മാക്സിമം കിട്ടുന്ന ഓവർ ടൈംസ് ഒക്കെ ചെയ്ത് എമൗണ്ട് കൂടുതൽ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക.